വെൽക്കം ബാക്ക് ടു ടോയ്സ് ഓൺ ബോർഡ്. അപ്പോൾ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ക്ലാസിക് വാനിൻ്റെ ഒരു സ്കെയിൽ മോഡലാണ്. അതായത് സ്കെയിൽ മോഡലെന്ന് പറയാൻ പറ്റില്ല, ഒരു 1:43 സ്കെയിലുള്ള ഒരു മിനിയേച്ചറാണ്. അപ്പോൾ ചിത്രത്തിൽ കണ്ട പോലെ തന്നെ നമ്മുടെ വോക്സ്വാഗൻ്റെ ഒരു ക്ലാസിക് വാൻ, വോക്സ്വാഗൻ കോമ്പി അല്ലെങ്കിൽ വോക്സ്വാഗൻ്റെ ഒരു മൈക്രോ വാനാണിത്. കോമ്പി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ലൈസൻസ്ഡ് മോഡലല്ല, ഇത് ഓൺലൈനിൽ കണ്ടിട്ട് വാങ്ങനാണ്. ഏകദേശം ഒരു 240 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ വേറെ ഡീറ്റെയിലിംഗ് ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല, ഡൈകാസ്റ്റ് മോഡൽ എന്നേ ഉള്ളൂ, ബ്രാൻഡിങ് ഒന്നും ഇല്ല, ചൈനീസാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഡോർസ് ഓപ്പണബിളാണെന്ന് എഴുതിയിട്ടുണ്ട്, പിന്നെ പുൾ ബാക്ക് മെക്കാനിസം മെറ്റൽ അലോയ് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ എത്രത്തോളമാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ ഉള്ളത് നോക്കാം. വലിയ സീലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഇതൊരു പാക്ക് മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഒന്ന് പുറത്തെടുക്കാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. കാണാൻ നല്ല ക്യൂട്ട് ലുക്കിലുള്ളൊരു ഐറ്റമാണ് കേട്ടോ. പക്ഷേ കാര്യമായിട്ടുള്ള വെയിറ്റൊന്നുമില്ല. അപ്പോൾ ഇത് ഫുള്ളി പെറ്റലല്ല എന്ന് തോന്നുന്നു. വോക്സ്വാഗൻ്റെ എംബ്ലം ഒന്നും പ്രോപ്പറല്ല, ഗോൾഫ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ക്രോം പ്ലേറ്റഡ് വീൽ ക്യാപ്സ് ആണ്. പ്ലാസ്റ്റിക്കാണ് സാധനം, എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ക്രോം പ്ലേറ്റിങ്ങിന്. പിന്നെ ഡോഴ്സ് എവിടെയാണാവോ? ഇവിടെ അല്ല, പിന്നെ ഏത് സൈഡാവണാവോ? ഇപ്പുറത്തുണ്ടോ? ഇവിടെയും അല്ല. ഓക്കെ, ഇവിടെ എന്തോ ഒരു സംഗതി കാണുന്നുണ്ട്. യെസ്, അത് തന്നെയാണ്. പ്ലാസ്റ്റിക് ഡോഴ്സാണ് കേട്ടോ. അയ്യോ, വലിയ ബലമൊന്നുമില്ല. ഓക്കെ, തുറന്നു, ഇതും തുറന്നു. ഓക്കെ, ഇതേ കണ്ടില്ലേ, ബെഞ്ച് ടൈപ്പ് സീറ്റ് കാണുന്നുണ്ട്. പിന്നെ ഉള്ളിലേക്ക് നോക്കിയാൽ ചെറിയൊരു ഡീറ്റെയിലിംഗ് പോലെ ഡാഷ്ബോർഡൊക്കെ കാണുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലും ഉണ്ട്, ഡ്രൈവർ സീറ്റും ഉണ്ട്. വേറെ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, ചെറിയൊരു മീറ്റർ കൺസോൾ കാണുന്നുണ്ട്, ഒരു സ്റ്റിയറിംഗ് വീലും, പിന്നെ 2 സീറ്റ്സുമാണ്. ഓക്കെ, ഇത് പ്ലാസ്റ്റിക് കേട്ടോ. ഈ ഒരു നടുക്ക് വരുന്ന പോർഷൻ, അതായത് ബ്ലൂ കളർ വരുന്ന പോർഷൻ എല്ലാം പ്ലാസ്റ്റിക്കാണ്. പിന്നെ ആ പുൾ ബാക്ക് മെക്കാനിസം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തിരക്കിടില്ലാത്ത ആക്ഷൻ ഉണ്ട്. കണ്ടില്ല, ഇതാണ് ഇതിൻ്റെ പുറകുവശം. ടൈൽ ലാമ്പൊക്കെ ജസ്റ്റ് ഒരു കളറിങ് പോലെ ഉള്ളൂ. ഇത് ഫുൾ ബാക്ക് മെക്കാനിക്സിൻ്റെ ക്ലോസപ്പാണിത്. അടിയിൽ വേറെ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. പിന്നെ എന്താ പറയുക, മിറേഴ്സൊക്കെ റൗണ്ടഡാണ്. വോക്സ്വാഗൻ്റെ എംബ്ലം കണ്ടില്ലേ, അതൊരു ഡ്യൂപ്ലിക്കേറ്റ് എംബ്ലമാണ്. ലൈറ്റ്സ് ഒന്നുമില്ല, ബാറ്ററി ഓപ്പറേറ്റഡ് അല്ല, അതുകൊണ്ട് തന്നെ വേറെ സ്പെഷ്യൽ ഫീച്ചേഴ്സൊന്നും കാണുന്നില്ല. ഇത് പ്ലാസ്റ്റിക്കാണ് കേട്ടോ, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്. പക്ഷേ ഇത് അസൽ മെറ്റലാണ്. ശരിക്കും ഈ പോർഷനിൽ മാത്രമേ മെറ്റലുള്ളൂ. ഈ ബ്ലൂ വരുന്ന പോർഷനെല്ലാം പ്ലാസ്റ്റിക്കാണ്, ഇൻക്ലൂഡിങ് ആ ഡോൾസ് അടക്കം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടി കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ മറ്റൊരു മിനിയേച്ചർ വീഡിയോയുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.